മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ തോമസ് ആണ്. യെസ്, അപ്പൊ നമ്മുടെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എടാ, ഡയറി എൻട്രി നമുക്ക് ഇതേപോലെ തന്നെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ ആരുടെ ഡയറി എൻട്രി ചോദിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അല്ലേ? അപ്പൊ മക്കളെ, ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡയറി എൻട്രി ഒന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, ആരുടെ ഡയറി എൻട്രി ആണ് നിങ്ങൾക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? എടാ, മിസ് പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് മക്കളെ. നമ്മുടെ ക്ലാസ്സിന്റെ ഒക്കെ നോട്ട്സ്, ലൈവുകളുടെയും അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഇതാ ഈ വീഡിയോയുടെ താഴെ നമുക്ക് ആ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കാണ് ജോയിൻ ആവുക. അപ്പൊ അതിനകത്ത് എന്താണ് എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് തന്നെ കിട്ടും കേട്ടോ. യെസ്, അപ്പം ആരുടെ ഡയറിയാണ് മിസ്സേ? ഒന്ന് വേഗം സസ്പെൻസ് പൊട്ടിക്കൂ. ആരുടെയാണ് നോക്കിടാം. ഇമാജിൻ ദ ഗേൾ ഹൂ ഹാഡ് ഹെർ ഐസ് ബാൻഡേജ്ഡ് റൈറ്റ്സ് എ ഡയറി ഓഫ് ദ ഡേ. ആ കണ്ണ് കെട്ടിയിരുന്നു മിസ് ബീമിന്റെ നമ്മുടെ സ്കൂൾ ഫോർ സിമ്പതിനകത്ത് കണ്ണ് കെട്ടി നടന്ന ആ കുട്ടി, അവളുടെ ആ ഒരു ദിവസത്തെ ഡയറി എൻട്രി അല്ലെ, ആ കണ്ണ് കെട്ടി നടക്കുന്ന ആ ഒരു ദിവസത്തെ ഡയറി എൻട്രി ഒന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കിയാലോ? യെസ്, അപ്പൊ മക്കളെ, ഏത് ഡയറി എൻട്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഡയറി എൻട്രിന്റെ ഫോർമാറ്റ് അറിയാലോ? എങ്ങനെയുണ്ടാ? യെസ്, നമ്മള് എന്ത് ചെയ്യും അല്ലെ, ഒരു ഡയറി പേജ് പോലെയൊക്കെ ആക്കി അല്ലെ, അതിനൊരു ഡയറിന്റെ പിച്ചി എടുത്ത ഒരു പേജ് പോലെയൊക്കെ ആക്കി ഒരു അല്ലെ, ഒരു വർഷവും ഒരു മാസവും ഒരു ഡേറ്റും ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഡയറി പേജ് പോലെ ആക്കും. എന്നിട്ട് നമ്മൾ മിക്കവാറും ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? യെസ്, ഇങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സംശയമുള്ള കാര്യമായിരിക്കും, മിസ്സേ ആദ്യം ഡയറി അങ്ങനെയൊക്കെ എഴുതാം, പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് എഴുതും അല്ലെ, ആദ്യം തുടക്കത്തിൽ എങ്ങനെയാ തുടങ്ങാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നല്ലൊരു തുടക്കം വേണമല്ലോ, ആ തുടക്കം ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുപോലെ അവസാനത്തേക്ക് എന്ത് എഴുതും മക്കളെ? തുടക്കത്തിലും അവസാനത്തിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് നല്ല അടിപൊളി സെന്റൻസ് മിസ് കാണിച്ചു തരാം. എടാ, ഏത് ഡയറിക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഡിയർ ഡയറി, ടുഡേ വാസ് എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്. അല്ലെ, ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരുന്നു എന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൂടെ? അല്ലെങ്കിലോ ടുഡേ വാസ് എ വെരി സ്പെഷ്യൽ, അല്ലെങ്കിൽ ഒന്നെങ്കിലും സ്പെഷ്യൽ ആവാം, ചിലപ്പോൾ ഡിഫിക്കൾട്ട് അല്ലെ, ബുദ്ധിമുട്ടുള്ളവാം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട്. അപ്പം ഏതാണോ ആ സിറ്റുവേഷൻ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ്, ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ് ടുഡേ ദാറ്റ് ചേഞ്ച് ദ വേ ഐ തിങ്ക്. അല്ലെ, ഇത് നമുക്ക് ഈ ഡയറി എൻട്രിക്ക് നല്ല പറ്റിയ ഒരു സാധനമാണ് അല്ലെ. ടുഡേ ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ്, എനിക്ക് നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ദാറ്റ് ചേഞ്ച് ദ വേ ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്ന രീതിയെ മാറ്റി കളഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ സംതിങ് അമേസിങ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ഹാപ്പൻ ടുഡേ, ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം അല്ലെ, അൺഎക്സ്പെക്ടഡ് അല്ലെങ്കിൽ അമേസിങ് ആയ ഒരു സംഗതി നടന്നു എന്ന് പറയാം. ഓർ ഐ ഫെൽറ്റ് സോ ഹാപ്പി ആകാം, സാഡ് ആകാം, എക്സൈറ്റഡ് ആകാം, നെർവസ് എന്ന് പറഞ്ഞാൽ പേടിക്കുക കേട്ടോ. ഇങ്ങനെ എന്ത് ഇമോഷൻ ആണോ വരുന്നത്, ആ ഒരു ക്യാരക്ടറിന് ആ സിറ്റുവേഷനിൽ എന്ത് ഇമോഷൻ ആണോ വരുന്നത് അതിനനുസരിച്ചിട്ട് അതാക്കി എഴുതാം കേട്ടോ. യെസ്, പിന്നീട് മക്കളെ നിങ്ങൾ ഐ എന്നുള്ളതാക്കിയിട്ട് എഴുതാൻ ഇവിടെ ഇപ്പൊ ആ കുട്ടിയുടെ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങളാണ് ആ കുട്ടി എന്നുള്ള പോലെ എഴുതണം അല്ലെ. ഇനി ഇതേപോലെ തന്നെ ഡയറി എൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? I have learned an important lesson today. ഞാൻ ഇന്ന് വലിയൊരു ലെസൺ പഠിച്ചു. അല്ലെങ്കിൽ this day will always stay in my heart. അല്ലെ, ഈ ഒരു ദിവസം എന്റെ ഹാർട്ടിൽ എന്നോ എന്റെ ഹൃദയത്തിൽ എന്നോ ഉണ്ടാവാം. അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് എന്താണ്, ഗ്രേറ്റ്ഫുൾ, നന്ദി തോന്നുന്നു, അല്ലെങ്കിൽ ടയേർഡ്, ക്ഷീണം അല്ലെ, ഹാപ്പി, സാഡ്, ബട്ട് ഓൾസോ താങ്ക്ഫുൾ ഫോർ ടുഡേസ് എക്സ്പീരിയൻസ്. അങ്ങനെ എന്ത് ഫീലിംഗ് ആണുള്ളത് അതും, ബട്ട് ഓൾസോ താങ്ക്ഫുൾ, പക്ഷെ എനിക്ക് അതിന്റെ ഒപ്പം തന്നെ നന്ദിയും തോന്നുവാണ്. പിന്നെ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ആൻഡ് വാട്ട് ഇറ്റ് ടോട്ട് മീ. അല്ലെ, ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറന്നു പോയില്ല, ഇന്നത്തെ ദിവസം അത് പഠിപ്പിച്ച പാഠവും ഞാൻ ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ ദാറ്റ്സ് ഓൾ ഫോർ നൗ ഡിയർ ഡയറി ഗുഡ് നൈറ്റ്. ഇതാണ് ഏറ്റവും സിമ്പിൾ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഇതാണ് മിക്കവാറും എല്ലാവരും എഴുതാറ്, ദാറ്റ്സ് ഓൾ ഫോർ നൗ ഡയറി ഗുഡ് നൈറ്റ് അല്ലെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസാനിക്കാനുള്ള. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർത്ത് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 1-2 സെന്റൻസ് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഡയറി നോക്കിയിടാ. കണ്ടോ, ഡേറ്റ് മിസ് അവിടെ സ്ഥലത്തിന് കൊടുത്തിട്ടുണ്ട് ഡേറ്റ് എടുക്കാനുള്ള. നെക്സ്റ്റ്, ഡിയർ ഡയറി അല്ലെ, ഡിയർ ഡയറി നിങ്ങൾ അഡ്രസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടുഡേ വാസ് മൈ ബ്ലൈൻഡ് ഡേ. ഇന്ന് എന്റെ ബ്ലൈൻഡ് ഡേ ആയിരുന്നു. ആൻഡ് ഐ നെവർ ന്യൂ ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു ലിവ് വിത്തൗട്ട് സൈറ്റ്. ആൻഡ് ഐ നെവർ ന്യൂ അല്ലെ, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു ലിവ് വിത്തൗട്ട് സൈറ്റ്. അല്ലെ, കാഴ്ചയില്ലാണ്ട് ജീവിക്കുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല. വെൻ ഐ വോക്ക് അപ്പ് വിത്ത് മൈ ഐസ് ബാൻഡേജ്ഡ്, എന്റെ കണ്ണ് ബാൻഡേജ്ഡ് ആയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഐ ഫെൽ സ്കേർഡ് ആൻഡ് ഹെൽപ്ലെസ്. ഞാൻ വളരെയധികം സ്കേർഡ് ആയിരുന്നു, അതുപോലെ തന്നെ ഹെൽപ്ലെസ് ആയിരുന്നു അല്ലെ, വളരെയധികം പേടിച്ചിരുന്നു, അതുപോലെ തന്നെ ഹെൽപ്ലെസ് ആയിരുന്നു. എവറി സ്റ്റെപ്പ് ഫെൽ ഡേഞ്ചറസ്, ഓരോ സ്റ്റെപ്പും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് തോന്നിക്കൊണ്ടിരുന്നു. ലൈക്ക് ഐ മൈറ്റ് ബംപ് ഇൻ ടു സംതിങ് അറ്റ് എനി മൊമെന്റ്. മക്കളെ, ബംപ് ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് കൂട്ടിയിടിച്ചാലോ എന്നുള്ള പേടിയോടെയാണ് ഞാൻ നടന്നത് കേട്ടോ. മൈ ഫ്രണ്ട് ടോം വാസ് മൈ ഗൈഡ്.
എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ടോം ആയിരുന്നു എന്റെ ഗൈഡ്. ബട്ട് ഈവൻ വിത്ത് ഹിസ് ഹെൽപ്പ് ഐ ഫെൽറ്റ് ലോസ്റ്റ് ആൻഡ് അലോൺ. അല്ലെ, അവന്റെ ഹെൽപ്പ് ഉണ്ടായിട്ട് പോലും ഐ ഫെൽറ്റ് ലോസ്റ്റ് ആൻഡ് അലോൺ. എനിക്ക് ഭയങ്കരമായിട്ടും അല്ലെ ഒറ്റപ്പെട്ട പോലെ അല്ലെങ്കിൽ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. ഈറ്റിംഗ് ലഞ്ച് വാസ് ഡിഫിക്കൾട്ട്. അല്ലെ, ഭക്ഷണം കഴിക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഐ കുഡന്റ് സീ മൈ ഫുഡ് ആൻഡ് ഐ കെപ്റ്റ് മിസ്സിംഗ് മൈ പ്ലേറ്റ്. അല്ലെ, എനിക്ക് എന്റെ ഭക്ഷണം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഐ കെപ്റ്റ് മിസ്സിംഗ് മൈ പ്ലേറ്റ്. എനിക്ക് എന്റെ പ്ലേറ്റ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ റിയലൈസ് ഹൗ മച്ച് ഐ ടേക്ക് മൈ ഐസ് ഫോർ ഗ്രാൻഡഡ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കണ്ണുകളെ ഞാൻ എത്രത്തോളം അല്ലെ എന്താ പറയാ ഫോർ ഗ്രാൻഡഡ്, അതായത് എനിക്ക് കണ്ണിപ്പം ഞാൻ അതിനെ കുറിച്ച് എത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി. വിസിറ്റർ സ്പോക്ക് ടു മീ. സോ നമ്മുടെ നരേറ്റർ അല്ലെ, നമ്മുടെ ആ ഒരു കഥ അല്ലെ സ്കൂൾ ഫോർ സിമ്പത്തിന്റെ അകത്ത് ഇ.വി. ലൂക്കാസ് അവിടെ എത്തുന്നില്ലേ. സോ ഇ.വി. ലൂക്കാസ് അയാളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വിസിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അയാൾ വന്നിട്ട് ഈ കുട്ടീനോട് സംസാരിക്കുന്നുണ്ടല്ലോ, ആ കാര്യം നിങ്ങൾക്ക് എഴുതിക്കൂടെ. വിസിറ്റർ സ്പോക്ക് ടു മീ ആൻഡ് ഐ ടോൾഡ് ഹിം ഹൗ ഫ്രൈറ്റനിങ് ബ്ലൈൻഡ്നെസ് ഇസ്. അല്ലെ, ഒരു വിസിറ്റർ എന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു ബ്ലൈൻഡ്നെസ് എത്രത്തോളം പേടിപ്പിക്കുന്നതാണെന്നുള്ളത്. ഐ പ്രോമിസ്ഡ് മൈ സെൽഫ് ദാറ്റ് വെൻ ഇറ്റ്സ് മൈ ടേൺ. ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്തു വെൻ ഇറ്റ്സ് മൈ ടേൺ ടു ഗൈഡ്. അല്ലെ, വേറൊരാളെ ഗൈഡ് ചെയ്യാനുള്ള എന്റെ ടേൺ ആകുമ്പം, എന്റെ ഊഴമാകുമ്പോൾ ഐ വിൽ ബി എക്സ്ട്രാ കൈൻഡ് ആൻഡ് കെയർഫുൾ. ഞാൻ എക്സ്ട്രാ കൈൻഡും കെയർഫുള്ളും ആയിരിക്കും ഞാൻ ഉറപ്പിച്ചു. ബൈ ദി എൻഡ് ഓഫ് ദ ഡേ, അങ്ങനെ ആ ദിവസത്തിന്റെ അവസാനം, മൈ ഹെഡ് ഏക്ഡ്. എനിക്ക് തലവേദനിക്കാൻ തുടങ്ങി. ആൻഡ് ഫെൽറ്റ് എക്സോസ്റ്റഡ്. മക്കളെ, എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാല് ക്ഷീണം. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരാൻ തുടങ്ങി. ബട്ട് വെൻ ദ ബാൻഡേജ് വാസ് റിമൂവ്ഡ്, പക്ഷെ ആ ബാൻഡേജ് അഴിച്ച സമയത്ത്, ആൻഡ് ഐ സോ ദി വേൾഡ് അഗൈൻ, എനിക്ക് പിന്നെയും ലോകം കാണാൻ പറ്റിയപ്പം, ഐ ഫെൽറ്റ് പ്യുവർ ജോയ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അല്ലെ, ടുഡേ ഐ ട്രൂലി അണ്ടർസ്റ്റുഡ് ദ സ്ട്രഗിൾസ് ഓഫ് ബ്ലൈൻഡ് പീപ്പിൾ. ഇന്ന് എനിക്ക് ബ്ലൈൻഡ് ആയ ആൾക്കാരുടെ സ്ട്രഗിൾ ശരിക്കും മനസ്സിലായി. ഐ വിൽ നെവർ ഫൊർഗെറ്റ് ദിസ് ഫീലിംഗ്. ഈ ഒരു ഫീലിംഗ് ഞാൻ ഒരിക്കലും മറക്കില്ല. ആൻഡ് ഐ വിൽ ഓൾവേസ് ഹെൽപ്പ് ദോസ് ഇൻ നീഡ്. അല്ലെ, ആവശ്യമുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഗുഡ് നൈറ്റ് ഡയറി. അങ്ങനെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കേട്ടോ. സോ ഇതാണ് ആ ഒരു ചാൻസ് ഉള്ള ഒരു ഡയറി എൻട്രി ആണ് കേട്ടോ. ആരുടെ, നമ്മുടെ ആ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടി അല്ലെ, നമ്മുടെ മിസ് ബീമിന്റെ സ്കൂളിലെ സ്കൂൾ ഫോർ സിമ്പത്തി എന്ന് പറഞ്ഞ ആ ലെസന്റെ അകത്ത് ആ ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ദിവസം ബാൻഡേജ് അടിച്ചിട്ടുള്ള കുട്ടീന്റെ ഒരു ഡയറി എൻട്രി എങ്ങനെയായിരിക്കും എങ്ങാനും ക്വസ്റ്റ്യൻ വന്നാലോ. യെസ്, സോ ഇങ്ങനെയാണ് ഒരു ഡയറി എൻട്രി എഴുതുക. അതിൻ്റെ അകത്ത് നിങ്ങളുടെ അതായത് ആ ക്യാരക്ടറിന്റെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. യെസ്, ഓക്കെടാ, ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.